മലയാള സിനിമയെക്കുറിച്ച് എപ്പോഴും വിക്രം വളരെ നന്നായാണ് സംസാരിക്കാറ്. ഈ പോക്കറ്റ് മണി കൊണ്ടാണ് ഞാൻ തമിഴിൽ പിടിച്ചു നിന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ വാസ്തവത്തിൽ മലയാള സിനിമയിൽ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള ആക്ടിംഗ് ആണ്, തമിഴ് സിനിമയിൽ കുറച്ച് അതിഭാവുത്വം കലർന്ന ആക്ടിംഗ് ആണ് വേണ്ടത്. അപ്പോൾ മലയാളത്തിൽ നിന്ന് ശരിയായ പാഠമല്ല കിട്ടിയത് എന്നുള്ളതല്ല ശരി? ഇല്ല, അപ്പൊ ഞാൻ ഓവർ ആക്ടിങ് ചെയ്യുന്നു പറയുന്നത് രണ്ടിന്റെയും ആവശ്യം റിക്വയർമെന്റ് വ്യത്യസ്തമാണ്. ഇല്ല, എനിക്ക് ആക്ച്വലായിട്ട് മലയാളം സിനിമ ഞാൻ വന്ന് ആ സമയം നിങ്ങൾ പറഞ്ഞതുപോലെ ഐ വാണ്ടഡ് ദാറ്റ് പോക്കറ്റ് മണി ബ്ലാ 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 ബ്ലാ. ബട്ട് ഡബിങ് കൂടെ ഞാൻ ചെയ്തു. ചിലപ്പം ആൾക്കാർ ചോദിക്കും, ഡബിങ് നിങ്ങൾ ചെയ്തല്ലേ? അപ്പോൾ ഇറ്റ്സ് നോട്ട് ഡബിങ്, ഞാൻ പിച്ച എടുത്തില്ലേ. ഡബിങ് ഈസ് എ തൊഴിൽ. ഞാൻ സേതുവിന് ശേഷവും ഞാൻ ഡബിങ് ചെയ്തു. ഇത് ഞാൻ കമൽ സാർ പോലെ ഞാൻ ചെയ്തു. മലയാളം വന്ന് കമൽ സാർ ഞാൻ കണ്ടത് അവർ മലയാളം സിനിമ വന്നിട്ട് കുറേ മലയാളം സിനിമ ചെയ്തു. അതിനുശേഷം അവരുടെ ആക്ടിങ് സ്റ്റൈൽ വാസ് ரொம்ப യഥാർത്ഥമായിട്ട്. സോ ഞാൻ മലയാള സിനിമ അത് വേണ്ടിയാണ് വന്നത്. ബട്ട് ഇവിടെ വന്ന ശേഷം എല്ലാവരും എനിക്ക് ഫൈറ്റ് ഡാൻസ് ഒക്കെ തന്നു. ബട്ട് ഞാൻ എപ്പോഴും ഈവൻ ഒരു പ്രേം അഭിനയിക്കുമ്പോൾ, ഒരു ദിലീപ് അഭിനയിക്കുമ്പോൾ, ഞാൻ അവരെ കാണും, ഓക്കെ, ഓ മൈ ഗോഡ് ദേ ഡൂയിങ് ദിസ്. എനിക്ക് എൻ്റെ ആക്ടിങ് ഐ എം ഷുവർ ദേ ഹെൽപ്പ് മീ. ഐ എം സോറി വൺ ഓഫ് ദ ബെറ്റർ ആക്ടേഴ്സ് ഇൻ തമിഴ്. ആൻഡ് എപ്പോഴും ഞാൻ പറയും, അത് എൻ്റെ സ്കൂളിൽ ഞാൻ ഡ്രാമ ചെയ്തു. അത് വേറെ സ്കൂളിൽ ഡ്രാമ ചെയ്യുന്നത് അത് വേറെ സ്റ്റൈൽ. ബട്ട് എനിക്ക് അഭിനയം കുറച്ച് ഉണ്ടാണെങ്കിൽ അത് മലയാള സിനിമയിൽ നിന്ന് വന്നതാ എനിക്ക്. പക്ഷേ മലയാളത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു വേദന മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടോ? ഇപ്പോൾ താങ്കൾ ഇത്രയൊക്കെ പെർഫോം ചെയ്തിട്ട് മലയാളത്തിൽ നിന്ന് താങ്കൾക്ക് ഇഷ്ടമുള്ള ആളുകൾ വിളിച്ചു പറഞ്ഞില്ലെന്നോ അല്ലെ അനുമോദിച്ചില്ലെന്നോ അങ്ങനെ? ഇല്ല, ആദ്യം ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു റോൾ കിട്ടിയിട്ടില്ല. ഇപ്പോൾ എല്ലാം ഡയറക്ടേഴ്സും എന്നെ വിളിച്ചിട്ടുണ്ട്, എല്ലാം ഡയറക്ടേഴ്സും എൻ്റെ ഫേവറേറ്റ് ഡയറക്ടേഴ്സ് എല്ലാം. പക്ഷേ എനിക്ക് സമയമില്ല. ഞാനിപ്പോൾ മറ്റൊരാൾക്കാർമാർ ഒരു 3 months ഒരു പടം ആണെങ്കിൽ ഞാൻ പെട്ടെന്ന് വന്നിട്ട് ഒരു പടം ചെയ്തിട്ട് പോകും. എനിക്ക് 2 years ഈ ഫിലിം ഫിനിഷ് ചെയ്ത ശേഷമാണ് അടുത്തത്. സോ ഐ എം ലിറ്റിൽ ഓൾ ദ ഡയറക്ടേഴ്സ്. സോ എനിക്ക് മലയാളത്തിലെ എൻ്റെ ദി ഓൺലി തിങ് ഐ ഫീൽ ഇസ് എപ്പോഴാത് I have to do it. I have to create a time. ഒരു നല്ല കഥാപാത്രം, ലൈക്ക് നിങ്ങൾ പറഞ്ഞതല്ലേ, ഒരു മിഡിൽ ക്ലാസ് ഇത് ഓർ സംതിങ്, ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ഒരു നല്ല സ്ക്രിപ്റ്റ് എപ്പോഴാത് ചെയ്യണം. അത് ഞാൻ ചെയ്യും. അത് വന്ന് ഇപ്പോൾ ഇന്ന നാളെ അടുത്ത കൊല്ലം അങ്ങനെയില്ല. ഞാൻ സത്യമായിട്ട് ഞാൻ ചെയ്യും. ബട്ട് അങ്ങനെ ഒരു റോൾ വരും. മലയാളത്തിൽ താങ്കൾ നായകനായിട്ട് അഭിനയിച്ച ഇതാ ഒരു സ്നേഹഗാഥ എന്നുള്ള സിനിമയിലെ ക്യാപ്റ്റൻ രാജു സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഓരോ സീൻ കഴിയുമ്പോഴും അത് നന്നായോ എന്നൊരു അന്വേഷണം താങ്കളുടെ ഭാര്യയിൽ നിന്നുണ്ടാവുമായിരുന്നു. താങ്കളുടെ കാര്യത്തിൽ അത്രയ്ക്ക് ശ്രദ്ധയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ അതിനപ്പുറത്ത് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഭാര്യ ഒരു നിയന്ത്രണത്തിന് വല്ലതും വരുന്നുണ്ടോ? ഇല്ല, എനിക്ക് ഐ എം വെരി സ്റ്റബൺ. എനിക്ക് എപ്പോഴും ചിലപ്പം എനിക്ക് എസ്പെഷ്യലി ரொம்ப ഭയങ്കര ഫയർ ആകുമ്പോൾ സബ്ജക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് കഥ കൂടെ പറയില്ല. ബിക്കോസ് അവർ സ്ക്രീനിൽ കണ്ടിട്ട് അയ്യോ എൻ്റെ ഹസ്ബൻഡ് ഇത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി. സോ ബട്ട് നോർമലി ഡീലിംഗ് വിത്ത് പീപ്പിൾ, ഇപ്പോൾ ഏതോ ഒരു പ്രശ്നമുണ്ട് ഇല്ലെങ്കിൽ നമ്മളുടെ പബ്ലിസിറ്റി ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം അത് ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മീ. ഒരു നടനായിട്ടില്ല, ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ്, ഈവൻ എ ഹൗസ് വൈഫ്, പഠിക്കാത്ത ആൾക്കാർ കൂടെ, ഐ തിങ്ക് ഈവൻ യുവർ വൈഫ്, you will be talking to her. No, നമ്മൾ ഇത് ഇന്ന വിക്രം ഞാൻ ഇത് you won't think, okay, നിങ്ങൾ ഇവിടെ വാസ്റ്റർ ഞാൻ വിക്രം I'm going to meet him today, എന്താ ഇത് കേൾക്കണം, അവർ കൂടെ നിങ്ങൾ അത് ചോദിക്കാം, ഒരു ഐഡിയ തരുമല്ലേ. സോ ദാറ്റ് ഈസ് വാട്ട്സ് വൈഫ്സ് ഓഫ് അവർ. ബട്ട് ഒരു കൺട്രോൾ ഇല്ല, നീ ഇത് ചെയ്യ് അത് ചെയ്യ്, ബിക്കോസ് സൈക്കോളജിസ്റ്റ് ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് വിക്രം നിങ്ങൾ അങ്ങനെ. ഒരു കൗതുകത്തിന് വേണ്ടി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ്, അതായത് താങ്കളുടെ ഭാര്യ മോഹൻലാലിന്റെ വലിയ ഫാൻ, വ്യക്തിപരമായിട്ട് വിക്രം മമ്മൂട്ടിയുടെ ഫാൻ. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യത്യാസം എന്നുള്ളത് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഭാര്യയുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഇത് ആക്ച്വലായിട്ട് ഞാൻ മമ്മൂക്ക മോഹൻ ലാലേട്ടൻ രണ്ടുപേരുടെ ഫാൻ. ഞാൻ മമ്മൂക്കയുടെ ഫ്രണ്ട്. മോഹൻ ലാലേട്ടൻ ഞാൻ പിന്നെ ഐ മെറ്റ് ഹിം ആൻഡ് ഈസ് എ വെരി സ്വീറ്റ് പേഴ്സൺ. ഐ ബിക്കം ഹിസ് ഫ്രണ്ട് ഓൾസോ. ബട്ട് മമ്മൂക്ക ആസ് എ ഫ്രണ്ട് എനിക്ക് അഭിനയിക്കുമ്പോൾ ഞാൻ കുറേ അവരോട് പഠിച്ചു, ലൈക്ക് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. ഐ വാസ് എ ഫാൻ. Laleta, I told, എൻ്റെ വൈഫ് ഈ പടം നീ കാണണം എന്ന് പറഞ്ഞിട്ട്, ലൈക്ക് ആഫ്റ്റർ ഐ സീയിങ് മൈ ഗോഡ് വാട്ട് ആൻ ആക്ടർ. ഇപ്പോൾ ബ്ലെസ്സിയുടെ ഒരു പടം കൂടെ ചെയ്തല്ലേ, തന്മാത്ര. അവർ I was saying what a fantastic actor. Like I'm really a fan of his. So there is no reason, like there is no influence. ഞാൻ എപ്പോഴും അവർ ഇപ്പോഴും അനിയൻ ചെയ്ത ശേഷം പിതാമകൻക്ക് എനിക്ക് നാഷണൽ അവാർഡ് കിട്ടി. അവരെപ്പോഴും എന്നെ അടുത്ത് വന്നിട്ട് സൂപ്പർ, നിങ്ങൾ നല്ല ആക്ടർ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. എപ്പോഴും വേറെ ആരാത് വന്ന് പറയും, ശൈല പറഞ്ഞു അറിയോ നന്നായിട്ട് പാടീന്. എന്താ, ബിക്കോസ് എന്നെ അടുത്ത് അവർ പറഞ്ഞു, എന്തിനാ പാടിന് ഫസ്റ്റ് സെക്കൻഡ് 4 പാട്ട് എന്തിനാ പാട്ട് ഹിറ്റാവണല്ലേ, വേണ്ട. പിന്നെ ഡയറക്ടർ അടുത്ത് ചോദിച്ചു, വേണ്ട സാർ ഒരു പാട്ട് മതി, അതെല്ലാം പറഞ്ഞു.
പിന്നെ എന്നെ അടുത്ത് ഒന്നും ഞാൻ പാട്ട് എങ്ങനെ പാടി ഞാൻ ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അവളുടെ ഫ്രണ്ട് വന്ന് പറഞ്ഞു, അയ്യോ ശൈല പറഞ്ഞു അത്ര നന്നായിട്ട് പാടി. ശൈല പറഞ്ഞു സത്യമായിട്ട്. സോ ഷീസ് ലൈക്ക് ദാറ്റ്. സോ എന്നെ അടുത്ത് ഒന്നും ഷീ ഓൾവേസ് സേ മോഹൻലാൽ ഇസ് ദ ബെസ്റ്റ് ആക്ടർ, നീ ഒന്നും ചെയ്തില്ല, അല്ലെ മമ്മൂട്ടി, ദാറ്റ്സ് ഹർ സ്റ്റൈൽ. സോ സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പ് വളരെ ഷൈ ആയിട്ടുള്ള ഒരു വിക്രമനെ കുറിച്ച് പറഞ്ഞല്ലോ. ആ വിക്രമന് ഒരുപക്ഷെ സഹോദരിയോട് മാത്രമേ ഒരു പ്രായം വരെ സംസാരിച്ചിരുന്നുള്ളൂ. അത്രയ്ക്ക് ഷൈ ആയ ഒരു വിക്രമൻ. ആ വിക്രമനെ ഈ പിന്നീട് വന്ന മാറ്റം സ്വയം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇതെങ്ങനെ ഇതെല്ലാം കിട്ടി? കുറേ ന്യൂസ് കറക്റ്റ് ഞാൻ മറന്നു. അത് ആക്ച്വലി സത്യമായിട്ട് കോളേജ് പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടി. കോളേജ് പഠിക്കുമ്പോഴാണ് ഒരു വർക്ക്ഷോപ്പിക്ക് പോയി. അപ്പോൾ ആ പെണ്ണുങ്ങളുണ്ടായിരുന്നു, ഞാൻ അവരോട് സംസാരിച്ചു. ഭയങ്കര പേടിച്ചിട്ട് അവരോട് പിന്നെ ഒരു 2 ദിവസം 3 ദിവസം ഒരാഴ്ച അങ്ങനെ പോകുമ്പോഴാണ് they are quite okay, girls are just like us, അവർ ഗേൾസ് അത്രയുള്ള അങ്ങനെയായി. സോ പിന്നെ അത് ഇപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആക്ച്വലി മോർ ദൻ ബോയ്സ് ഗേൾസ്. എനിക്ക് ഐ എം വെരി കംഫർട്ടബിൾ. സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഭാര്യ എന്നുള്ള നിലയിൽ വിളിക്കുന്ന ആ സ്ത്രീ ഇപ്പോഴും വിളിക്കുന്നുണ്ടോ? അവർ കുറെ നാളായി, നമ്പർ ഇപ്പോൾ ഇല്ല. അവർ അയ്യോ എല്ലാവരും അവര് ഇല്ല. SMS ഹെൽപ്പ് ആക്ച്വലി വിളിക്കില്ല. SMS ഹായ് ഞാനിപ്പോൾ മാർക്കറ്റിൽ പോകുന്നു, ഹായ് ഇപ്പോൾ തന്നെ ഞാൻ വീട്ടിലേ വന്നു, നിങ്ങൾ എന്താ ചെയ്യുന്നു, ഫുള്ളായിട്ട് വന്നിട്ടേ ഇരിക്കും. അത് ഇറ്റ് ഹാപ്പൻസ്. അതുപോലെ ചില വേറെ ഒരു ആൾക്കാരുണ്ട്, അത് ഒന്നും ഫണ്ണി. അയർലൻഡിലിருந்து ഈ ബർത്ത്ഡേയില ഇത് മുൻപ് ബർത്ത്ഡേ ഒരു ചിന്ന പെണ്ണ് വിളിച്ചിട്ട് ഞാൻ വിക്രമ കാണണം. അവർ ശ്രീലങ്കൻ ഗേൾ, ഷീസ് ഓൺലി 16 years old. അവർ അവിടെ നിന്ന് വന്നു, റിട്ടേൺ ടിക്കറ്റ് ഇല്ല, ഒന്നുമില്ല. അവർ വീട്ടിൽ വേറെ ഏതോ പറഞ്ഞിട്ട് വന്നു. എന്തിനാ വന്നാൽ നിങ്ങളുടെ ബർത്ത്ഡേ നിങ്ങളെ കാണണം, അത്രയുള്ളൂ. വന്ന് എൻ്റെ ഭാര്യ അടുത്തുണ്ട്, അവരെ കണ്ടിട്ടേ ഇല്ല, അസല് അവരെ നോക്കില്ല. ഇവിടെ ഇങ്ങനെ നിങ്ങളുടെ പടം നന്നായിട്ടുണ്ട്, ഭീമ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അവസാനം അവർ എങ്ങനെയോ ടിക്കറ്റ് ഇട്ടു, വി സെന്റ് ബാക്ക്. ദെർ ആർ ഫാൻസ് ലൈക്ക് ദാറ്റ്. ബട്ട് ഇത്തരം ഫാൻസ് ഉണ്ടായിട്ട് പോലും ഈ ഗോസിപ്പുകളിൽ നിന്ന് പൂർണ്ണമായും അകന്നു നിൽക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗോസിപ്സ്. അത് ചിലപ്പം ഐ ഗെസ് ഒരു നമ്മളുടെ ആക്ച്വലി ഇത് നടക്കുന്ന സംഭവം ഒരു ബാങ്കിൽ നടക്കും, ഇല്ലെങ്കിൽ ഒരു TV ചാനലിൽ നടക്കും, ഒരു ഓഫീസിൽ നടക്കും, സ്കൂളിൽ നടക്കും, ടീച്ചറോ പ്രിൻസിപ്പൽ, അത് എല്ലായിടത്തിലും നടക്കും. ഒരു നടൻ ഇല്ലെങ്കിൽ നടി ഉണ്ടാവുമ്പോൾ അത് ഒരു ഇറ്റ്സ് ഗെറ്റിംഗ് എക്സ്പോസ് ബിക്കോസ് ഓഫ് സെൻസേഷണലിസം. ஆனால் ഞാൻ കുറച്ച് എപ്പോഴും ഐ എം ഓൾവേസ് കെയർഫുൾ. എനിക്ക് ബിക്കോസ് ഐ എം മാരിഡ്. ബട്ട് സംടൈംസ് എനിക്കില്ല, ജനറലായിട്ട് സംസാരിക്കുമ്പോൾ ചിലപ്പം റൊമാൻസ്, ലവ്, ഇറ്റ് ഇസ് സംതിങ് ദാറ്റ് യു കനോട്ട് പ്രിവെന്റ്. പെട്ടെന്ന് തിരിഞ്ഞ് ഒരു നടിക്കും ഒരു ഇയക്കുനർക്കും ഒരു നടന്മാർ ഒരു ചെറിയ ഒരു ലവ് ഉണ്ടാവും. ദാറ്റ്സ് ഹൗ ദ ഗോസിപ്പ് സ്റ്റാർട്ട്സ്. സോ ഫോർ മീ എനിക്ക് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. സോ ഐ ഗെസ് ഐ എം ലക്കി. ഈ പ്രമുഖ നടന്മാർക്കുള്ള ഫാൻസ് അസോസിയേഷൻ കൊണ്ട് സിനിമയ്ക്ക് പ്രയോജനമാണോ അതോ സിനിമയ്ക്ക് നഷ്ടമാണോ ഇപ്പോൾ ഉണ്ടാവുന്നത്? ഫാൻസ് അസോസിയേഷൻ അത് ഐ തിങ്ക് ഫാൻസ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് സംതിങ് ദാറ്റ് ഇസ് വെരി സ്പെഷ്യൽ. നമ്മളുടെ ഔട്ട് ഓഫ് ചോയ്സ് വൈഫ് കുറച്ച് വി ക്യാൻ സെലക്ട്, ഇത് വൈഫ് ഇതില്ല, ഓർ ലവ് ക്യാൻ സെലക്ട്, ബ്രദർ സിസ്റ്റർ, അതെല്ലാം ഇറ്റ്സ് അൺകണ്ടീഷണൽ, അവനെ കണ്ടീഷണൽ ലവ്. യു ആർ ബോൺ വിത്ത് ദം ഇല്ലെങ്കിൽ. സോ അത് ഫാൻസ് വെറുതെ വന്നിട്ട് ഒരു ഫാൻ ആവാറില്ല. ഒരു ഫാൻ എന്ന് വെച്ചാൽ അവർ ഏതോ ഒരു പടം കണ്ടിട്ട് ഇല്ലെന്നാ ഏതോ ഒരു സംഭവം നിങ്ങൾ ചെയ്ത ഏതോ ഒരു കാര്യം അവർ ഇഷ്ടപ്പെട്ടു, അവർക്ക് ഒരു ലവ് വരും. ആ ലവ് ഐ തിങ്ക് ഇസ് stronger than anything. അത് വന്ന് ഇറ്റ് ഇസ് മോർ സ്ട്രോങ് ദൻ ഈവൻ യുവർ ഫാദർ. I've seen so many fans. എൻ്റെ പേര് ഇപ്പോൾ ഞാൻ പച്ചക്കുത്തുന്ന പോലെ അവർ പേര്, എൻ്റെ പേര് ചിയാൻ ഇല്ലെങ്കിൽ ഇവിടെ ചിയാൻ. ഞാൻ എന്തിനാ എൻ്റെ ഭാര്യ ഇല്ലെങ്കിൽ എൻ്റെ ഫാദറിൽ മദർ ഇല്ല ഉണ്ട് ഡോട്ടറോടെ പേര് ഇല്ല ചിയാൻ നിങ്ങൾ தான். That is something you can never explain. ഞാൻ അത്ര പ്രാവശ്യം ചോദിച്ചു, ബട്ട് that is the love.